aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. സ്വർഗം യേശുവിനെ കുറിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷിച്ചു. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി എന്ന് മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-17 വചനങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം നമ്മെ നോക്കി ഇങ്ങനെ സാക്ഷിക്കുമോ? ഇങ്ങനെ സാക്ഷിക്കണം എങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് എഴുതിയിരിക്കുന്നു. 1. നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് എബ്രായ ലേഖനം 13-16 നാം വായിക്കുന്നു. നാം മറ്റുള്ളവരെ കാണിപ്പാനായി നന്മ ചെയ്യുന്നവരായി മാറരുത്. നല്ല ശമരിയക്കാരനെ പോലെ നന്മ ചെയ്യണം. ആരും കാണുന്നില്ലെങ്കിലും ശമരിയക്കാരനെ പോലെ നന്മ ചെയ്യുക. മാത്രമല്ല, കൂട്ടായ്മ ആചരിക്കണം. ഇന്ന് ഭവനങ്ങളിൽ പോലും കൂട്ടായ്മയില്ല. എന്നാൽ ആദിമസഭ കൂട്ടായ്മ ആചരിച്ച സഭയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇന്ന് ആരും മുതിർന്നവരുടെ ഉപദേശം ശ്രദ്ധിപ്പാനോ കൂട്ടായ്മയിൽ വസിക്കുവാനോ താല്പര്യപ്പെടുന്നില്ല. അപ്പോസ്തലന്മാർ ഏക മനസ്സുള്ളവരായി കൂട്ടായ്മ ആചരിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-32 വചനം. 2. വിശ്വാസം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണാൻ കഴിയും. പണ്ട് ആദിമസഭയ്ക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഈർച്ച വാളുകൊണ്ട് അറുത്തപ്പോഴും ക്രിസ്ത്യാനികളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ചുറ്റി തീപ്പന്തമായി കത്തിയെരിച്ചപ്പോഴും ജീവനോടെ തൊലിയുരിച്ചപ്പോഴും ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പാദം മുതൽ തല വരെ വിച്ഛേദിച്ചപ്പോഴും അപ്പോസ്തലന്മാർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. തീയിലെറിയപ്പെട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ വിശ്വാസത്തിന്റെ ബലത്താൽ ആളുന്ന തീയുടെ ബലത്തെ അവർ കെടുത്തി എന്ന് നാം വായിക്കുന്നു. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ എന്ന് 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായം 13-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. മറ്റൊന്ന്, ശരീരത്തെ വിശുദ്ധ യാഗമാക്കുവീൻ എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന് മുൻപിൽ വിശുദ്ധമായ യാഗമായി അർപ്പിക്കപ്പെടുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. കുരിശിൽ കിടന്ന കള്ളൻ തകർന്ന മനസ്സോടെ തൻ്റെ ശരീരത്തെ
വിശുദ്ധ യാഗമാക്കി അർപ്പിച്ചു. കർത്താവിനോടുകൂടെ പറുദീസായിൽ ഇരിപ്പാനുള്ള ഭാഗ്യം അവന് സിദ്ധിച്ചു. അടുത്ത ഒന്ന് ജഡീക മോഹങ്ങൾ വിടിയുക എന്നുള്ളതാണ്. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഭിന്നത, ഈർഷ്യ, പിണക്കം, കോപം ഇവയെല്ലാം ജഡസ്വഭാവമുള്ളതാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമാലേഖനം 8:8-9 ദൈവവുമായുള്ള കൂട്ടായ്മയിൽ വസിച്ച് പരസ്പരം കൂട്ടായ്മയുള്ളവരായി നമുക്ക് മാറുവാൻ കഴിയണം. എപ്പോഴും നന്മ ചെയ്യുന്നവരാകാം. ഏത് പ്രതികൂലങ്ങളിലും പതറാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കാം. ബുദ്ധിയുള്ള ആലയങ്ങളായി ശരീരത്തെ ദൈവത്തിന് വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കാം. ജഡീക സ്വഭാവങ്ങൾ കൈവിടിഞ്ഞ് ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കാം. അപ്പോൾ സ്വർഗം ഇങ്ങനെ പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.